എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നിക്കർ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ വീഡിയോ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രൂപത്തിലാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. ആർക്കും ഏത് തുടക്കക്കാർക്കും ഫസ്റ്റായിട്ട് ചെയ്യാൻ പറ്റേണ്ട ഒരു രൂപത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളതും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിൻ്റെ കട്ടിങ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തുണി ഇതുപോലെ ഡബിളായിട്ട് എടുത്തിട്ടുണ്ട്. ഡബിളായി ഫോൾഡ് ചെയ്തിട്ടേക്കാണ് തുണി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒരു ലൈന് വരച്ചു. എന്നിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ ഒരു മാർക്ക് ചെയ്തു. 2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ട് കണ്ട് അവിടെ ഇതുപോലൊരു ലെവല് വരയ്ക്കുകയാണ് കേട്ടോ. അടുത്തതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ് ട്രൗസറിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് കണ്ട് 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ബാക്കി 1/2 ഇഞ്ച് കൂടുതൽ വരുന്നതിൻ്റെ ബെൽറ്റും അലാസ്റ്റിക്കും വരുന്നുണ്ട് മുകൾ ഭാഗത്ത്. അതിൽ നിന്ന് കിട്ടും എക്സ്ട്രാ ഉള്ള 1 ഇഞ്ച് 1/2 ഇഞ്ച്. എന്നിട്ട് ഇതിൻ്റെ അരവണ്ണം വരുന്നത് 18 ഇഞ്ചാണ്. 18ൻ്റെ ഹാഫ് 9, 9ൻ്റെ പകുതി 4.5 ഇഞ്ച്. ആ 4.5 കൂടി 1 ഇഞ്ചും പാടെ കൂട്ടിയിട്ട് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ ഈ രണ്ട് ഭാഗത്തും 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈന് വരയ്ക്കുക. അടുത്തത് ഇതിൻ്റെ ഈ സീറ്റിൻ്റെ അവിടെ ഒരു ഷേപ്പ് വരുന്നുണ്ട്, ഒരു റിഗാള്, അതിന് മാർക്ക് ചെയ്യണേ. അതിന് ഒരു 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഇതൊരു 4 വയസ്സായ കുട്ടിക്കാണ് അത് അടിക്കുന്നത്. ഏകദേശം ഒരു 4 വയസ്സും പ്രായമുള്ളൊരു കുട്ടിക്കാണ് സ്റ്റിച്ച് ചെയ്യണത്. 4.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. ഈ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇതുപോലെ ഒരു ക്രോസ് ഷേപ്പ് വരുന്നുണ്ട്. അതിന് വേണ്ടി അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ ഇവിടെ ഈ സൈഡ് ഇവിടെ ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്നിട്ട് ക്രോസും വരയ്ക്കുക കേട്ടോ. ഈ കാണേണ്ട ഇതേ രൂപത്തിൽ തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ ലൂസാണ്. ലൂസ് വരുന്നത് 14ആണ്. 14ൻ്റെ ഹാഫ് 7 ഇഞ്ച്. ആ 7 ഇഞ്ച് കറക്റ്റാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. തുമ്പൊന്നും എക്സ്ട്രാ ഒന്നുമില്ല, ലൂസ് കറക്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ അടിയത്തെ ലൂസ് 13, അതിൻ്റെ ഹാഫ് 6.5. ആ 6നും കറക്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ലൈൻ വരയ്ക്കുക. എക്സ്ട്രാ തുമ്പ് നമ്മൾ ബാക്കുമ്മയാണ് ഇടേണ്ടത്. എക്സ്ട്രാ ഫ്രണ്ടിനും കൂടെ ഉള്ള തുമ്പ് ബാക്കുമ്മയാണ് ഇട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ടുമ്മ ലൂസിൻ്റെ തുമ്പ് ഇടുന്നില്ല, അരവണ്ണത്തിൻ്റെയൊക്കെ തുമ്പ് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലെ ഇനി കറക്റ്റായിട്ട് ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ അതിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ വരും. 2 പീസായിട്ടൊക്കെ കിടക്കുന്നത്. ഇനി അടുത്തതിനൊരു പോക്കറ്റ് ഉണ്ട് കേട്ടോ. സൈഡിൽ 2 ഫ്രണ്ടിനും പോക്കറ്റ് വരുന്നുണ്ട്, സൈഡ് പോക്കറ്റ്. അത് മാർക്ക് ചെയ്യാൻ ഒരു 1.25 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അടിഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് ആ 2 മാർക്കിങ്ങിന് വരെ വെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് 2 ഫ്രണ്ടിനും ആ വെട്ട് കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പോക്കറ്റ് ഇത് ഇങ്ങനെയാണ് വരിക. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്ത കഴിഞ്ഞ് ഈ ബാക്ക് പീസ് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഈ പീസുമ്മ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ട് പീസുമെന്ന് ഒരു 3/4 ഇഞ്ച് കൂടുതൽ മുകളിലേക്ക് ഈ സൈഡിൽ മാർക്ക് ചെയ്യുക. ഈ പീസുമെന്ന് 3/4 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ക്രോസ് വരയ്ക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ ഇതുപോലെ വരും. ഇതിൻ്റെ ഒപ്പമായിട്ട് വരിക. എന്നിട്ട് ഇതിൻ്റെ അലാസ്റ്റിക്കാണ് ഈ വെക്കേണ്ട അലാസ്റ്റിക് 1 ഇഞ്ച് വീതിയാണുള്ളത്. 1 ഇഞ്ച് വീതിയുള്ളൂ. അപ്പോൾ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ തുമ്പിടുക. 1 + 1 പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടുക, 2.5 ഇഞ്ച്. ഇതുപോലെ നിങ്ങൾ വെക്കുന്ന അലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് ഇവിടെ എക്സ്ട്രാ തുമ്പിടുക. എന്നിട്ട് അവിടെ ഇതുപോലെ ലൈൻ വരക്കട്ടോ. ഓക്കെ, ഇനി അരവണ്ണം നമ്മൾ നേരത്തെ എടുത്തില്ലേ, 18, 18ൻ്റെ ഹാഫ് 9, അതിൻ്റെ പകുതി 4.5 ഇഞ്ച്. അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്തത്. ഇത് അതിൽ കൂടി ഒരു 3 ഇഞ്ച് കൂട്ടുക. എന്നിട്ടൊരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം കേട്ടോ. 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം, 3 ഇഞ്ച് കൂടുതൽ കൂട്ടിയിട്ട്. അതെന്തിനാ വെച്ചാൽ കൂടുതൽ ഇടുന്നത് ഇവിടെ അലാസ്റ്റിക്കാണ്, ബാക്ക് സൈഡ് അലാസ്റ്റിക്കാണ്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ലെവലിൽ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഒരു 2 ഇഞ്ച്, അതേപോലെ ഈ സൈഡിൽ നിന്ന് 2 ഇഞ്ച് ഇടുക എക്സ്ട്രാ. ബാക്ക് പീസുമ്പോൾ മാത്രമേ തുമ്പ് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്യണുള്ളൂ. ഈ സൈഡ് ഭാഗത്ത് കിട്ടോ. ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുകയാണ്. ഇത് കട്ട് ചെയ്തെടുക്കട്ടോ. കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിലൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ബോട്ടം കട്ട് ചെയ്യുക. ഇതേപോലെ ഈ സൈഡ് ഇവിടെ 2 ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ തുമ്പുള്ളത്. ഓക്കെ, എന്നിട്ട് ഇവിടെ വെട്ടിട്ട് കൊടുക്കുകയാണ്.
ഓക്കെ, ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഇത് ഫ്രണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ബാക്ക് മാറ്റി വെക്കുക. ഇത് പോക്കറ്റ് ഇട്ടുള്ള തുണിയാണ്, ഇത് ഫ്രണ്ട് പീസാണ്. ഇതിൻ്റെ പോക്കറ്റ് സൈഡിലേക്കാണ് പോക്കറ്റ്, ക്രോസ് പോക്കറ്റാണ് സൈഡ് പോക്കറ്റ്. ഇത് ഉൾഭാഗത്ത് വരുന്ന ഭാഗം, അടിഭാഗം. ഇതും ആകാത്ത ഭാഗം എന്ന് പറയും, അതായത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗമാണ് ഈ ഇൻഡിട്ട ഭാഗം. ഇനി ഈ പോക്കറ്റ് ഈ ക്രോസിൽ കിടക്കേണ്ട ഈ വെട്ടുന്ന് ഈ വെട്ടിക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ചും മറ്റൊരു 4 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ക്രോസിൽ മടക്കി കൊടുക്കുക. അയൺ ചെയ്താൽ മതി, ഇങ്ങനെ ക്രോസിലിട്ട് അയൺ ചെയ്യുക രണ്ട് സൈഡിക്കും. ഓക്കെ, ഇതേപോലെ കേട്ടോ, മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ വീതി 7.5 ഇഞ്ച് നീളം, 7.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ പോക്കറ്റ് പീസ് ഇതേപോലെ, അതായത് ഇതിൻ്റെ ചീത്ത ഭാഗം അതാണ്, ഉള്ളിലേക്ക് പോകേണ്ട ഭാഗം, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഭാഗം ഈ ഭാഗം. ഓക്കെ, ഇതും ഇതുപോലെ വെക്കുക. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് ആ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഫോൾഡിങ്ങിലൂടെ അടിക്കണം കേട്ടോ, ക്രോസിൽ ഇതേപോലെ ഫോൾഡിങ്ങിലൂടെ അടിക്കുക. എന്നിട്ട് ഇതിന് നീർത്തി വെക്കുക. ഈ ഫ്രണ്ടിൻ്റെ പീസുകൾ നീർത്തി വെച്ചിട്ട്, ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഈ പീസുകൾ നീർത്തി വെച്ചിട്ട് ആ എക്സ്ട്രാ പുറത്തേക്ക് തള്ളിക്കേണ്ട ആ പോക്കറ്റിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായിക്കോണെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇത് ഇതേപോലെ തന്നെ പതിച്ച് വെച്ച് കാണാൻ സ്റ്റിച്ച് ചെയ്യണം. ആ പീസ് ആ പോക്കറ്റിൻ്റെ പീസ് നമുക്ക് പതിച്ച് വെച്ച് കാണാൻ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കണ്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ. ഇതെങ്ങനെ വരിക എന്ന് വെച്ചാൽ പോക്കറ്റ് ഇങ്ങനെ വരും. ഓക്കെ, കറക്റ്റ് ഇതേപോലെ കറക്റ്റാക്കി കൊടുക്കുക. ഇതേപോലെ വരും. അപ്പോൾ ഈ പോക്കറ്റിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അത് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ തുമ്പ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പോകുന്ന രൂപത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കുക. മറിച്ചാൽ നല്ല ഫിനിഷിംഗ് ആയി കിടക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നീർത്തി വരുമ്പോൾ ഇതേപോലെ വരും, കറക്റ്റായിട്ട് കിടക്കും. ഇതിൻ്റെ മുൻഭാഗത ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ പോക്കറ്റിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ തള്ളി നിൽക്കേണ്ട പോക്കറ്റിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഇതേപോലെ. ഇപ്പോൾ ഫ്രണ്ട് പോക്കറ്റ് ഇട്ട് കഴിഞ്ഞു. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡത്തെ പോക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യട്ടോ. നോക്കാം, ആ ഫ്രണ്ടിൻ്റെ അതേ രണ്ടാമത്തെ ഫ്രണ്ടാണത്, അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പോക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടും. അങ്ങനെ 2 പോക്കറ്റ് ഇട്ടു കേട്ടോ. ഇതിൻ്റെ സൈഡ് റിഗാളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യണം. ഇത് ട്രൗസർ ഏറ്റവും സിമ്പിൾ രൂപത്തിലാണ് അടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഷിബ് വെക്കാം, ഒരുപാട് മോഡലുകൾ ഇത് അടിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യണത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രൂപത്തിലാണ്. ഇതിന് പോക്കറ്റൊന്നുമില്ല, സിബൊന്നുമില്ല. ഇതിൻ്റെ ബെൽറ്റ് വെക്കേണ്ട പീസാണ്. 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസും ഈ ഭാഗത്തേക്ക് ഒരു 4 ഇഞ്ചും ഒരു സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ തുമ്പിട്ടുണ്ട്. മറ്റേ ഭാഗത്തേക്ക് അതിനെ കവർ ചെയ്തിട്ടും ഒരു 4 ഇഞ്ച് എക്സ്ട്രാ തുമ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ മുകൾ ഭാഗത്തുള്ള പീസ് ഒന്ന് ഫോൾഡ് ചെയ്തടിക്കുക ഒരു 4 ഇഞ്ച് വീതിയിൽ. ഓക്കെ, അതിന് ഫോൾഡ് ചെയ്താൽ ഇതുപോലെ അതിനെ കവർ ചെയ്ത് കിടക്കണം. ആ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്യാണ്. ഇതേപോലെ ഫ്രണ്ടിന്മേ വെച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യാണ് ആ ബെൽറ്റ് പീസ്. ആ 2 തുമ്പും ഒപ്പം വെച്ചിട്ട് ആ ക്യാൻവാസിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ആ ബെൽറ്റ് ക്യാൻവാസിന് ചാരി സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അത് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ വരും. എന്നിട്ട് അതിന് തെല്ലിന് അടിക്കുകയാണ്. ഇതിനെ കറക്റ്റായിട്ട് അടിക്കുക. എക്സ്ട്രകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതേപോലെ തന്നെ അതുപോലെ ഇട്ട് വരിക. അതേപോലെ ആ ഇതിൻ്റെ ബെൽറ്റിൻ്റെ മുകളിലും അടിക്കുക. അതേപോലെ തെല്ലിന് അടിക്കുക കേട്ടോ. ഓക്കെ, ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഇതേപോലെ വെക്കുക. വെച്ചിട്ട് ഈ റിഗാൾ കറക്റ്റ് വെച്ചിട്ട് ഈ സീറ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഞാനത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. വേണമെങ്കിൽ ഇതിൻ്റെ മേലടേക്ക് അടിക്കുക. ഒരു തുമ്പൊരു സൈഡിലേക്ക് വെച്ചിട്ട് ഞാനത് അടിക്കണമെന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടും. അപ്പം ഇനി ഇതിൻ്റെ ഒരു 4 ഇഞ്ച് മുകൾ ഭാഗത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. 4 ഇഞ്ച്. ഇത് ഏറ്റവും സിമ്പിൾ രൂപത്തിലായിട്ട് ട്രൗസർ അടിക്കേണ്ടത്. വേണം ഇതിലേറെ നമുക്ക് സിബൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അടിക്കുക. ഇത് ഏറ്റവും സിമ്പിൾ രൂപത്തിലാണ്. ഇനി ഇതിന് അലാസ്റ്റിക് പിടിപ്പിക്കുകയാണ്. അലാസ്റ്റിക്കിൻ്റെ വീതി 1 ഇഞ്ച്, അതുകൊണ്ടാണ് ബെൽറ്റും 1 ഇഞ്ച് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ അരവണ്ണ എത്ര വരുന്നത് വെച്ചാൽ 18.
18ൻ്റെ ഹാഫ് 9 ഇഞ്ച്. അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കുറക്കുക, 7 ഇഞ്ച്. ആ 7 ഇഞ്ച് മതി നമുക്കിതിൻ്റെ ബാക്കിൽ അലാസ്റ്റിക് ബാക്കിൽ ഇടുകയാണെങ്കിൽ അത്ര മതി. ഓക്കെ, ഇനി ഇതാക്കണം. ആ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടോ. ഓക്കെ, ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം 7 ഇഞ്ച്. ഓക്കെ കേട്ടോ, 7 ഇഞ്ച്. ഇനി അതിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. അത് കട്ട് ചെയ്യണില്ല. എന്താ വെച്ചാൽ നമുക്ക് അടിക്കാനുള്ള സുഖത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്നോട്ട് അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഈ തുടക്കണ്ടോടുത്ത് ഈ അലാസ്റ്റിക്കിന് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണില്ല, ഈ ഭാഗത്ത് അലാസ്റ്റിക്കുമ്പോൾ തട്ടാനേ പാടില്ല. അലാസ്റ്റിക്കിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മളെ മാർക്കിംഗ് ഇല്ലേ, ഒരു 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആണ് വലിക്കുക. വലിച്ച് അലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്ന് പോരും. ആ 7 ഇഞ്ച് ആ 7 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് ഈ പീസുമ്പോൾ കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ അലാസ്റ്റിക്കിന് കട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന മെത്തേഡാണിത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമ്മളിതൊക്കെ ചെയ്യണം കേട്ടോ. ആർക്കും ഏത് തുടക്കക്കാർക്കും ഫസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ട് രൂപമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും സൈഡ് ജോയിൻറ്റ് ചെയ്യണം. ഇതേപോലെ 2 തുമ്പും ഒപ്പം വെച്ചിട്ട് സൈഡ് ജോയിൻറ്റ് ചെയ്യുക. ഇത് ഈ ബെൽറ്റിൻ്റെയും ആ അലാസ്റ്റിക്കിൻ്റെയും അവിടെ കവർ ചെയ്തിട്ടൊക്കെ അടിക്കുക. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, ഏറ്റവും സിമ്പിൾ രൂപത്തിൽ ഏത് ഫസ്റ്റുള്ള ആളുകൾക്കും തുടങ്ങാൻ പറ്റേണ്ട ചെയ്യാൻ പറ്റേണ്ട രൂപത്തിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സൈഡും മേലടി അടിക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനും മേലടി അടിക്കുക കേട്ടോ. അതിന് മേലടി അടിച്ചു കൊടുക്കുക. ഇതേപോലെ 2 തുമ്പും ഒപ്പം വെച്ചടിച്ചു. എന്നിട്ട് ആ തുമ്പ് ബാക്ക് പീസുമൊക്കെ ഇട്ടുകൊണ്ട് ആ ബാക്കിന് ഒരു മേലടിയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഭാഗം കൂട്ടിയടിക്കാം കേട്ടോ. ഈ 2 ജോയിൻറ്റും ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഒരു കാലുമൊന്നും സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇതേപോലെ കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ സെൻറ്ററിൽ വരേണ്ട ഈ 2 ജോയിൻറ്റും ഒപ്പം വരണം. ഒപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി കാലിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കണം കേട്ടോ. ആദ്യം 1 ഇഞ്ചിലൊന്ന് മടക്കുക, പിന്നെ ഒന്നും കൂടെ 1 ഇഞ്ചിലും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. കാരണം നമ്മൾ 2 ഇഞ്ചാണ് അവിടെ തുമ്പിട്ടിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഫോൾഡ് ചെയ്ത് കണ്ട് അങ്ങനെ 2 കാലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ബെൽറ്റിൻ്റെ അവിടെ ഒരു 3 ലൂപ്പ് വെക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഈ സെൻറ്ററിൽ, ഇവിടെ ബാക്കിൽ സെൻറ്ററിലൊന്നും ലൂപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇത് മടക്കി വെച്ചുകൊണ്ട് ഈ തെല്ലിന് വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ കറക്റ്റായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതും അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നിക്കറിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.